നമുക്കിന്ന് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ഗാർലിക് ചട്നി ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഞാനിവിടെ ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിന്റെ അനുസരിച്ചിട്ടാണ് ആ ഒരു ഉണക്കമുളകിന്റെ എണ്ണൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത്. എനിക്കൊരു 3-4 അല്ലി ചെറിയ വെളുത്തുള്ളി തോലോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് പൊളിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് പൊട്ടിത്തെറിക്കും, ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാനിന്റെ ചൂടിൽ തന്നെ തേങ്ങ ഒന്ന് ചൂടായിക്കോട്ടെ. ഒരുപാടൊന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അടച്ചെടുക്കാം. തേങ്ങയും മുളകും അതുപോലെ ഉള്ളിയും മിക്സിയുടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരുമുരാന്നിരിക്കുന്ന കട്ടി ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ, നമുക്ക് നല്ല ഗാർലിക് ചട്നി കൂട്ടിയിട്ട് ഇത് കഴിക്കാം. നമ്മുടെ ചില്ലി ഗാർലിക് ചട്നി കണ്ടോ, നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തു. ദോശയും അതുപോലെ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, നമുക്ക് ദോശ നല്ല ഗാർലിക് ചട്നിയുടെ കൂടെ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. ഉപ്പും മുളകൊക്കെ പാകത്തിനാണ്. സൂപ്പറാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.